സ്നേഹഹർഷം ഭാഗം 70. അവൻ എന്താണ് പറയാൻ പോകുന്നതെന്നറിയാൻ അവൾ അവനെ ആകാംക്ഷയോടെ നോക്കിയിരുന്നു. നിനക്കറിയോ, ഞാനൊരു ഭർത്താവാണ്, ഒരച്ഛനും. അവരും ഈ ചെന്നൈയിൽ തന്നെ ഉണ്ട്. ഇത്തവണ ഹാദിയയുടെ നെഞ്ചിലാണ് ഒരു വെള്ളിടി വെട്ടിയത്. കേട്ടത് വിശ്വസിക്കാനാകാതെ അവൾ പകച്ചിരുന്നു. എന്നിട്ട് അവരെവിടെ മഹിയേട്ടാ? അവരെവിടെ ഉണ്ടായിട്ടാണോ മഹിയേട്ടൻ എന്നും ഓഫീസിനരികിലുള്ള റൂമിൽ തന്നെ ഉറങ്ങുന്നത്? അവൾ ഒന്നും മനസ്സിലാകാത്ത പോലെ ചോദിച്ചു. അവര് സിറ്റിയിലാണ് ദിയ, നമ്മളിവിടെ ഒഴിഞ്ഞ ഭാഗത്തല്ലേ. അവനൊരു ന്യായീകരണം പോലെ പറഞ്ഞത് കേട്ട് അവൾക്ക് നീരസമുണ്ടായി. അതിനെന്താ മഹിയേട്ടാ? ശരിക്കും എന്താ മഹിയേട്ടാ എന്നിൽ നിന്ന് ഒളിപ്പിക്കുന്നത്? അത് പറയ്. അതോ എന്നെ ഒഴിവാക്കാൻ ഓരോരോ കാരണങ്ങൾ പറയുന്നതാണോ? അവളുടെ ചോദ്യം കേട്ട് അല്പനേരം അവൻ നിശബ്ദനായിരുന്നു. പിന്നെ പതിയെ പറഞ്ഞു, ഇല്ല ദിയ, കാരണങ്ങൾ പറയുന്നതല്ല, സത്യം മാത്ര. പക്ഷേ ഞങ്ങള് ഒത്തുപോകില്ല എന്നതുകൊണ്ട് പിരിഞ്ഞു താമസിക്കുകയാണ്. പക്ഷേ വിവാഹമോചനം കഴിഞ്ഞിട്ടില്ല. എന്താ നിങ്ങൾക്കിടയിൽ സംഭവിച്ചത്? അവൾ വേദനയോടെ ചോദിച്ചു. സത്യം പറഞ്ഞാല് ഞങ്ങളുടെ കല്യാണം തന്നെ വലിയൊരു അബദ്ധമായിരുന്നു. അച്ഛൻ ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്നും ഉയർന്ന പോസ്റ്റിലേക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. റാങ്ക് ഹോൾഡർ അല്ലേ, അതുകൊണ്ട് തന്നെയാവും ഈ ജോലി എന്ന് വിശ്വസിച്ചു. വീട് വയ്ക്കാനും ചേച്ചിയുടെ കല്യാണത്തിനും ഒക്കെ അച്ഛൻ ചോദിക്കാതെ തന്നെ അയാൾ ഞങ്ങളെ കൈ അയച്ച് സഹായിച്ചു. കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ അയാൾ വീട്ടിലേക്ക് ഒരാലോചനയുമായി വന്നു. അയാളുടെ മകളെ ഞാൻ കല്യാണം കഴിക്കണമെന്ന്. അവൾക്കെന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്. ഞാനാണേൽ... അവനൊന്ന് നിർത്തി അവളെ നോക്കി. അവൻ പകുതി വഴിക്ക് നിർത്തിയത് എന്താണെന്ന് അറിയണമെന്നുണ്ടായിരുന്നെങ്കിലും അവൻ തന്നെ ബാക്കി പറയട്ടെ എന്ന തോന്നലിൽ അവൾ നോക്കിയിരുന്നു. ഞാൻ ഒരുപാട് എതിർത്ത് നോക്കി. പക്ഷേ എന്റെ വീട്ടുകാരുൾപ്പെടെ എല്ലാവരും നിർബന്ധിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ആ ബന്ധം വേണ്ടാന്ന് മറ്റുള്ളവരോട് പറയാനൊരു കാരണമില്ലായിരുന്നു. എന്റെ ഉള്ളിലെ കാരണം അവരോട് പറയാനും പറ്റില്ലായിരുന്നു. അത് കേട്ടതോടെ അവൾ ഇടയ്ക്ക് കയറി ചോദിച്ചു, അതെന്തായിരുന്നു കാരണം? അവളുടെ ആ ചോദ്യത്തിൽ അവനൊന്ന് പതറി. അത് ഞാൻ പിന്നീടൊരിക്കൽ പറയാം. അവൾ ഒന്ന് മൂളിയതും അവൻ തുടർന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ആ വിവാഹം നടന്നു. എന്നാലും വിവാഹശേഷം ഞാൻ അവളെ സ്നേഹിക്കാൻ ശ്രമിച്ചു. ഭാര്യ എന്ന നിലയിൽ ഒന്നിനും ഞാൻ അവളെ മാറ്റി നിർത്തിയിട്ടില്ല. പക്ഷേ അവൾക്ക് ഒരു അടിമയായിരുന്നു ആവശ്യം. അവളുടെ പണത്തിന്റെ ഹുങ്ക് കാണിക്കാനും അവൾ പറയുന്നതനുസരിച്ച് ജീവിക്കാനും ഒരാൾ. എന്റെ സ്വഭാവത്തിന് അത് തീരെ ശരിയാകുമായിരുന്നില്ല. എന്നിട്ടും ഞാൻ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഇതിനിടയിൽ മോനും ജനിച്ചു. അവന് വേണ്ടിയെങ്കിലും എല്ലാം കണ്ടില്ലെന്ന് വയ്ക്കാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷേ ഞാൻ താഴുന്നതിനനുസരിച്ച് അവളുടെ അഹങ്കാരം കൂടിക്കൂടി വന്നു. പിന്നെയും 1 വർഷം കടന്നുപോയി. മോന്റെ 3ാമത്തെ പിറന്നാളിൻ്റെന്ന് ഞങ്ങൾക്കിടയിൽ വഴക്കുണ്ടായി. ആ വഴക്കിനിടയിൽ അവൾ എൻ്റെ ആത്മാഭിമാനത്തെ വരെ ചോദ്യം ചെയ്തു. അവളുടെ ആഗ്രഹപ്രകാരമാണ് അവളുടെ അച്ഛൻ എനിക്ക് ജോലി തന്നതെന്നും ഞങ്ങളെ സഹായിച്ചതെന്നും ഒക്കെ. അല്ലാതെ എനിക്കും അച്ഛനും എന്തുണ്ടായിട്ടാണെന്ന്. ഒന്നിനും കൊള്ളാത്തവനാണ് ഞാനെന്ന് പറഞ്ഞ് അവൾ എന്നെ തകർത്ത് കളഞ്ഞു. അവരുടെ ചെലവിലാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന്. പിന്നെ അവിടെ തുടരാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. ഞാൻ ഇറങ്ങി വരുമ്പോൾ അവൾ എന്നെ ഒന്ന് തടഞ്ഞില്ല, അവളുടെ വീട്ടുകാരും. ഇത്ര നാളായിട്ടും എന്നെ ഒന്ന് അന്വേഷിച്ചിട്ടില്ല അവരാരും. ഇനി ഒരു കാരണവശാലും ആ ജീവിതം എനിക്ക് സെറ്റാകില്ല. അത്രയ്ക്ക് മടുത്ത് ഞാൻ. എൻ്റെ കുഞ്ഞിനെ കാണണമെന്ന് അതിയായ ആഗ്രഹം തോന്നുമ്പോൾ വല്ലപ്പോഴും ഡേ കെയറിൽ പോയി അവനെ കണ്ടുവരും. അവൻ പറഞ്ഞു നിർത്തി. അവൾ ഒന്നും പറഞ്ഞില്ല. അവന്റെ കയ്യിൽ സ്വന്തം കൈ ചേർത്തമർത്തി. ആശ്വസിപ്പിക്കാൻ പറയുന്ന 100 വാക്കുകളേക്കാൾ വലുതായിരുന്നു അവന് ആ ചേർത്ത് പിടിക്കൽ. അവൻ അവളെ നോക്കി വേദനയോടെ പുഞ്ചിരിച്ചു.
പിന്നെ ഒരു പരിഹാസ ചിരിയോടെ ചോദിച്ചു, ഇതൊക്കെയാണ് ഞാൻ? ഈ എന്നെ തന്നെ നിനക്ക് പ്രണയിക്കണോ? ഒപ്പം കൂട്ടണോ? ആ ചോദ്യം കേട്ട അവളൊന്ന് ചിരിച്ചു. പിന്നെ ഒരു ദീർഘശ്വാസം എടുത്തു വിട്ടു. മഹിയേട്ടാ, എനിക്ക് ഏട്ടനെ പ്രണയിക്കാൻ ഇതൊന്നും ഒരു തടസ്സയല്ല. എൻ്റെ പ്രണയം ഇതാണ്, ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് മഹിയേട്ടനെ പ്രണയിക്കാൻ എൻ്റേതാക്കി വയ്ക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എൻ്റെ മരണം വരെ ഞാൻ നിങ്ങളെ പ്രണയിക്കുകയും ചെയ്യും. അതിനെനിക്ക് നിങ്ങളുടെ പോലും അനുവാദം വേണ്ട. എന്ന് വെച്ച് ഞാൻ മറ്റൊരു പെണ്ണിൻ്റെ ഭർത്താവിനെ പിടിച്ചെടുക്കുന്ന തരംതാണ പെണ്ണൊന്നും അല്ല. ഞാൻ പ്രണയിക്കാൻ തുടങ്ങുമ്പോൾ മഹിയേട്ടൻ മറ്റാരുടെയും സ്വന്തം അല്ലായിരുന്നു. അന്നതെനിക്ക് പറയാനായില്ല. പക്ഷേ അവൾ പറഞ്ഞു വന്നത് പകുതിക്ക് നിർത്തി. അവളുടെ അവസാന വാക്കുകൾ കേട്ട അമ്പരപ്പിൽ അവൻ അവളെ നോക്കി. നീ എന്തായി പറയുന്നത്? അവൾ വീണ്ടും ചിരിച്ചു. ഇത്തവണ അവളുടെ ചിരിയിൽ ഒരു വേദന നിഴലിച്ചു. ഇപ്പോഴെങ്കിലും ഞാനിത് പറയാതിരിക്കുന്നത് എങ്ങനെയാ മഹിയേട്ടാ? നേടാനായില്ലെങ്കിലും നഷ്ടാവരുതല്ലോ. അന്ന് കോളേജിൽ വെച്ച് ഞാൻ ഹൃദയത്തിൽ കൊണ്ടു നടക്കാൻ തുടങ്ങിയതാ. അപ്പോഴൊന്നും പറയാൻ ധൈര്യം പോരായിരുന്നു. പിന്നെ മഹിയേട്ടനെ നഷ്ടായി എന്നറിഞ്ഞിട്ടും ഇനി ഒരിക്കലും ഒരുപക്ഷെ നേരിൽ കാണില്ല എന്നുകൂടി അറിയാമായിരുന്നിട്ടും ആ ഇഷ്ടത്തിന് ഒരു കുറവും വന്നിട്ടില്ല. പിന്നെയാണോ ഇപ്പോഴ്? അവളുടെ വാക്കുകൾ കേട്ട അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഇത്തവണ അവൻ അവളുടെ കൈയിൽ തന്റെ കൈ അമർത്തി അവളുടെ കൈ പൊതിഞ്ഞു പിടിച്ചു. അവൻ എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. അവനൊന്നും പറഞ്ഞില്ല. അവളും. മൗനം, വാചാലമായ നിമിഷങ്ങൾ. നമുക്ക് പോയാലോ? അല്പം കഴിഞ്ഞ് അവൾ ചോദിച്ചു. അവൻ മൂളിക്കൊണ്ട് തലകുലുക്കി. പിന്നെയും അവർക്ക് മുന്നിൽ ദിവസങ്ങൾ പൂത്തും തളിർത്തും കൊഴിഞ്ഞും വീണു. അവൾ അവനെ നിശബ്ദമായും ചില സമയങ്ങളിൽ പ്രകടമായും പ്രണയിച്ചുകൊണ്ടിരുന്നു. അവന്റെ കണ്ണുകളിൽ അവൾക്കായി തെളിയുന്ന പ്രണയത്തിന്റെ ആഴങ്ങളിൽ അവൾ വീണലിഞ്ഞു. അവളുടെ പ്രണയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നും അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും അവന്റെ ഉള്ളറകളിൽ സൂക്ഷിച്ച അവളോടുള്ള പ്രണയം ഒരു ദിവസം അവളുടെ മുന്നിൽ ഇതൾ വിടർന്നു. ഒരു വലിയ കമ്പനിയുമായുള്ള കരാർ ഒപ്പിട്ട അന്ന് ഓഫീസിൽ എല്ലാവർക്കും ഒരു ചെറിയ പാർട്ടി അറേഞ്ച് ചെയ്തു. പാർട്ടി അവസാനിച്ച് എല്ലാം ഒതുക്കി അവനോട് യാത്ര പറയാൻ ഹാദിയ ചെല്ലുമ്പോൾ അവൻ അവളെ പിടിച്ച് തൻ്റെ അടുത്തിരുത്തി. നീ ഇവിടെ ഇരിക്ക്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം. അവൻ കുടിച്ചിരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. നമുക്ക് നാളെ സംസാരിച്ചാൽ പോരെ മഹിയേട്ടാ? ഹാദിയ സംശയത്തോടെ ചോദിച്ചു. ഇല്ല, എനിക്കിപ്പോൾ സംസാരിക്കണം, ഇപ്പം തന്നെ. ഇനിയും വൈകാൻ പാടില്ല. അന്ന് നീ ചോദിച്ചില്ലേ എന്താ ഞാൻ കല്യാണത്തിന് തയ്യാറാവാത്ത കാരണമെന്ന്? വാ വാ, ഇവിടെ ഇരിക്ക്, ഞാൻ പറയാം. അവൻ അവളുടെ കൈ പിടിച്ച് തൻ്റെ അടുത്തിരുത്തി. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ്റെ അടുത്തായിരുന്നു. നീ പറയാൻ മടിച്ച പോലെ നിന്നോടുള്ള പ്രണയം ഞാനും എൻ്റെ ഉള്ളിൽ ഒതുക്കിയിരുന്നു. രാജകുമാരിയായ നിന്നെ മോഹിക്കാനുള്ള അർഹത എനിക്കില്ല എന്ന ചിന്തയായിരുന്നു അതിന് കാരണം. കാശും പ്രതാപമുള്ള നീ എവിടെ? അന്നന്നത്തെ അന്നത്തിന് വഴി കണ്ടെത്തുന്ന ഞാനും എൻ്റെ കുടുംബവും എവിടെ? ഒരു പിടി വാഗപ്പൂക്കളുമായിട്ട് ആദ്യമായിട്ട് നീ വന്ന് എന്നെ ഇടിച്ചില്ലേ? അന്ന് നീ ഇടിച്ചു കയറിയത് എൻ്റെ ഹൃദയത്തിലേക്കാ. അവന്റെ ഓരോ വാക്കുകളും ഹൃദയം തുളുമ്പുന്ന സന്തോഷത്തോടെ അവൾ കേട്ടിരുന്നു. അന്ന് കല്യാണാലോചന വന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നീ ഇരിക്കുന്നിടം ഭദ്രമാക്കാൻ എനിക്ക് കുറെ കൂടി സമയം വേണമെന്ന് തോന്നിയിരുന്നു. എന്നിട്ടും എല്ലാവരുടെയും നിർബന്ധത്തിന് ഞാൻ അവളെ കല്യാണം കഴിച്ചു. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് ഞാൻ മാറാൻ ശ്രമിച്ചിട്ടുണ്ട്. നിന്റെ സ്ഥാനത്തേക്കല്ലെങ്കിലും അവളുടേതായ ഒരു സ്ഥാനം ഞാൻ നൽകിയിട്ടുണ്ട്. എന്നിട്ടും അവള്. അല്പമൊന്ന് നിർത്തി അവൻ തുടർന്നു. ഇനിയും ഞാനിത് പറഞ്ഞില്ലേല് എൻ്റെ പ്രണയത്തോട് ഞാൻ ചെയ്യുന്ന അനീതിയായിരിക്കും അത്. അവന്റെ വാക്കുകൾ കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി.
അത് കണ്ട അവൻ വെപ്രാളത്തോടെ ഹാദിയുടെ അടുത്തേക്ക് കൂടുതൽ ചേർന്നിരുന്നു. അവളുടെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്ത ശേഷം കവിളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ അവന്റെ ചുണ്ടിനാൽ ഒപ്പിയെടുത്തു. അവന്റെ ചുണ്ടുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു. ഭ്രാന്തമായ അവന്റെ ഓരോ ചുംബനങ്ങളും അവൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി. അവന്റെ ചുംബനത്തിന്റെ ഭാവം മാറുന്നതും കൈയുടെയും ശരീരത്തിന്റെയും ചൂടേറുന്നതും അവൾ അറിഞ്ഞു. ഒപ്പം അവളുടെ ശ്വാസഗതി ഉയരുന്നതും. അവൻ പകുത്തു നൽകുന്ന പ്രണയം സ്വീകരിക്കാനും അവളുടെ ഉള്ളിൽ അലയടിക്കുന്ന പ്രണയത്തിന്റെ അടങ്ങാത്ത അലകളെ അവന് പകർന്നു നൽകാനും അവളും തയ്യാറെടുത്തു. ഒരേ മനസ്സോടെ അവർ പരസ്പര പ്രണയം പങ്കിട്ടെടുത്തു. സൂര്യപ്രകാശം കണ്ണിലടിച്ചപ്പോഴാണ് മഹി കണ്ണുകൾ ചിമ്മി തുറന്നത്. ഒരേ പുതപ്പിനുള്ളിൽ തന്റെ നെഞ്ചിൽ തലവെച്ച് തന്നോട് ഒട്ടിക്കിടക്കുന്ന ഹാദിയെ കണ്ട് മഹി ഞെട്ടി. അവന്റെ ഓർമ്മകൾ കഴിഞ്ഞ രാത്രിയിലേക്ക് പോയി. അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. എന്നാൽ തൊട്ടടുത്ത നിമിഷം താൻ എന്താണ് ചെയ്തതെന്ന കുറ്റബോധം അവനിൽ നിറഞ്ഞു. അതേസമയം തന്നെയാണ് ഹാദിയ ഉറക്കം വിട്ടുണർന്നത്. അവൾ അവനെ ഒന്ന് തലയുയർത്തി നോക്കിയ ശേഷം ഇടത് കൈകൊണ്ട് അവന്റെ നെഞ്ചിലൂടെ ഒന്നുകൂടി ചുറ്റി വരിഞ്ഞ് അവനോട് കൂടുതൽ ചേർന്ന് കിടന്നു. ദിയോ, എനിക്ക് നീ എന്നോട് ക്ഷമിക്ക്. അവൻ സങ്കടം വന്ന് തിങ്ങിയ മുഖത്തോടെ വിക്കി വിക്കി പറഞ്ഞു. അത് കേട്ട് അവൾ വീണ്ടും തല ഉയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി. എന്തിനാ മഹിയേട്ടായി സോറി? അവൻ മാപ്പപേക്ഷിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകാതെ അവൾ അവനോട് ചോദിച്ചു. അത് ഞാൻ ഇന്നലെ നിന്നോട്. വാക്കുകളെ ഗദ്ഗതം മൂടിയപ്പോൾ ബാക്കി പറയാനാകാതെ അവൻ നിർത്തി. അവൾ ഒരു പുഞ്ചിരിയോടെ എത്തി വലിഞ്ഞ് അവന്റെ കവിളിൽ അമർത്തി ഉമ്മ വെച്ചു. മഹിയേട്ടാ, എന്താ ഇത്? പരസ്പരം പ്രണയിക്കുന്ന നമ്മള് അതിന്റെ തീവ്രതയിൽ ഇച്ചിരി പ്രണയം പങ്കിട്ടെടുത്തു. അതിലെന്തിനാ വിഷമം? എനിക്കിന്നലെ വേണേല് ഏട്ടനെ തടയായിരുന്നല്ലോ. ഞാനത് ചെയ്യാതിരുന്നത് ഞാൻ കൂടി അത് ആഗ്രഹിച്ചിരുന്നു എന്നതുകൊണ്ടാണ്. അതോർത്ത് മഹിയേട്ടൻ സങ്കടപ്പെടരുത്. അവൾ കൈ ഉയർത്തി അരുമയായി അവന്റെ കവിളിൽ തലോടി. തന്നോട് ചേർന്ന് കിടന്ന അവളെ അവൻ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്തണച്ചു. അവളുടെ മൂർധാവിൽ ചുണ്ടുകൾ അമർത്തി. തുടരും. അടുത്ത പാർട്ടുമായിട്ട് നാളെ കാണാട്ടോ. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ.